ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് ഒരു മസാല ദോശ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാവേ. ഇതൊരു 4 പൊട്ടറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലിട്ട് ഒരു 2 വിസിൽ നമ്മൾ എടുക്കണേ. ഉപ്പ് ഇട്ടിട്ട് 2 വിസിൽ. പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു ക്യാരറ്റ്, ഒരു സവോള, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, 3 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, പൊടിയായിട്ട് അരിയണം, കൊത്തി അരിയണം ഇഞ്ചി കേട്ടോ, ചെറുതായിട്ട്. പിന്നെ 1 ടീസ്പൂൺ ഉഴുന്ന്. ഈ പൊട്ടറ്റോ നമ്മൾ ഒരു കുക്കറിലിട്ട് 2 വിസിൽ അടിച്ചെടുക്കാൻ പോവാണ്. ഇവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ട് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ കൂടെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോഴാണ് ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് നെയ്യ് ചേർക്കുമ്പോൾ. എന്നിട്ട് ഇതിലേക്ക് ആ ഉഴുന്നെടുത്ത് വെച്ചില്ലേ, ആ ഉഴുന്ന് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഈ ഉഴുന്ന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഉഴുന്ന് ഇതിനകത്ത് കിടന്ന് ഒന്ന് ഫ്രൈ ആകണേ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകണം ഈ ഉഴുന്ന്. ഇനി അതിലേക്ക് ഇഞ്ചി, പൊടിയായി കുത്തി എരിഞ്ഞ ഇഞ്ചിയാണ്. ഈ നെയ്ക്കകത്ത് ഈ ഇഞ്ചിയും കൂടെ ചേരുമ്പോഴത്തേന് നല്ലൊരു മണം വരും കേട്ടോ, നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇത് രണ്ടും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള, ക്യാരറ്റ്, പച്ചമുളക് ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യണേ. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ ക്യാരറ്റ് വേവാൻ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ക്യാരറ്റ് വെന്ത് കിട്ടുവേ. ഒരു 2-3 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. ഒരുപാടങ്ങ് വെന്ത് വല്ലാതാകേണ്ട കാര്യമില്ലല്ലോ. പൊട്ടറ്റോ വെന്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. കുക്കറിനകത്ത് ഞാൻ ഒരു 3 വിസിൽ അടിച്ചു, കാരണം ഞാനിത് കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞെടുത്തത്. വേവാൻ താമസം ഉണ്ടായല്ലോ എന്ന് വെച്ച് ഞാൻ 3 വിസിൽ അടിച്ചായിരുന്നു. ചെറുതായിട്ട് അരിയുകയാണെങ്കിൽ 2 വിസിൽ മതിയാവും കേട്ടോ. നന്നായിട്ട് വേവുക എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും കുക്കറിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ആ ഒരു വേവൊക്കെ വരുന്നത്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് വെന്ത് ഇതുപോലെ ഉടയണം. ഇത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിൻ്റെ കൂടെ അങ്ങ് ഉടച്ചെടുക്കണേ. ഇതിലേക്ക് ആ പൊട്ടറ്റോ വേവിച്ചതിൻ്റെ ഒരു വെള്ളമുണ്ട്, അതും കൂടി ഒരു സ്വല്പം ഞാൻ ആഡ് ചെയ്യുവേ. ഭയങ്കര മസാല ഭയങ്കര അങ്ങ് ഡ്രൈ ആയിട്ടിരുന്നാലൊരു സുഖമില്ല. ഒന്നും ഒരു സ്വല്പം ഇങ്ങനെ ഒരു കുഴഞ്ഞ ആ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനേ. ഭയങ്കര ഡ്രൈ ആകരുത്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കണേ. സ്വല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, സ്വല്പം. ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം, അതിനനുസരിച്ച് വേണം പൊട്ടറ്റോ വേവിക്കാൻ. ഇത് നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് മസാല ദോശ ഉണ്ടാക്കാവേ. നല്ല പോലെ പരത്തണേ, നല്ല തിന്നായിട്ട് പരത്തണം. ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ മസാല ദോശ ഉണ്ടാക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ദോശ ഇത് ആ മസാല ഉണ്ടാക്കിയതൊക്കെ ഇതേപോലെ തന്നെ ചെയ്യണം, അപ്പോഴേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ചിലർക്കൊക്കെ ഈ നെയ്യൊക്കെ ഉപയോഗിക്കുമ്പോഴേ ബുദ്ധിമുട്ടായിരിക്കും, ഈ കൊളസ്ട്രോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ബട്ടറും നെയ്യൊക്കെ നമ്മുടെ ഈ എണ്ണയുടെ അത്രയും ബുദ്ധിമുട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നില്ല കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന നെയ്യാകുമ്പോഴേ നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല സ്പൂണിൽ തന്നെ പറ്റിയിരിക്കും. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ സ്വല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണേ. അപ്പോഴത് ഭയങ്കര ടേസ്റ്റാണ് ആ മസാലയ്ക്ക്. ഈ നെയ്യൊക്കെ കൂടെ ചേരുമ്പോഴേ നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ
എപ്പോഴും പറ്റത്തില്ല. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കിപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ പുറത്തുനിന്ന് കഴിക്കും. അല്ലാതെ വീട്ടിലുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണേ. നല്ല മുരിഞ്ഞ ദോശയും നല്ല അടിപൊളി മസാലയും ഒക്കെയാണിത്. ഇനി ഒന്നും കൂടെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. അപ്പം ആ ഭാഗം കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ കൂടെ ഞാനൊരു ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇവിടെ നമ്മളൊരു നല്ല ചട്നിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. മസാല ദോശയുടെ കൂടെയും നെയ് റോസ്റ്റിൻ്റെ കൂടെയൊക്കെ പോകുന്നതെന്ന് നമ്മൾ മസാല ദോശയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ചേരുന്ന ഒരു ചട്നിയാണിത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 സവോള ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ചെറിയൊരു പീസ് ഇഞ്ചി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇതിനകത്തൊരു സ്വല്പം പഞ്ചസാരയും കൂടെ ചേർക്കുകയെ, ചെറിയൊരു മധുരം, ഇതുപോലത്തെ സ്പൂണിനൊരു 2 സ്പൂണ് തൈരും കൂടെ ചേർക്കും നമ്മളെ. എന്നിട്ട് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഇത് നമ്മൾ കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ. ഞാൻ ആ തേങ്ങ അരച്ചൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഒരു സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്നാക്കി ഇതിനകത്ത് ഒഴിച്ചേക്കണേ. ചൂടുവെള്ളമേ ഒഴിക്കാവുള്ളൂ, പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണേ. നല്ല കുറുകിയ ചട്നിയാണ്, നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടത്തില്ലേ ആ ടൈപ്പ് ചട്നിയായത് കേട്ടോ. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടെ ഉപ്പാകാവേ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. ഉള്ളി ഒന്ന് പകുതി മൂക്കുമ്പോൾ വേണം നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചട്നി നമ്മൾ ചൂടാക്കുകയൊന്നുമില്ല. നമ്മൾ അരച്ച് ഇതുപോലെ ഒരു ബൗളിലോട്ടാക്കിയിട്ട് ആ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ കടുക് വറുത്തങ്ങിട്ടാൽ മതി കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഉള്ളിയൊക്കെ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഒരുപാടങ്ങ് കറുത്ത് പോകരുത് ഉള്ളിയൊന്നുമേ. ഇനി നമുക്കിത് ചട്നിയിലേക്ക് ചേർത്താൽ മതി. ഇത് ചട്നിയിലേക്ക് ചേർത്തിട്ട് ഇതങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായ നല്ല ടേസ്റ്റും ഇതിന് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ മസാല ദോശയും അതിൻ്റെ കൂടെ കഴിക്കാവുന്ന ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ദോശയാണ് കേട്ടോ. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് വരും കേട്ടോ. നല്ലതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ ഉണ്ടാക്കുന്ന മസാല ദോശ. പിന്നെ ആ ചട്നി ആണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ ഇത് രണ്ടും ട്രൈ ചെയ്യണം കേട്ടോ. ഈ മസാല ദോശയുടെ കൂടെ ആ കോമ്പിനേഷൻ ഭയങ്കര നല്ലതാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. താങ്ക് യു.